ഹലോ, അപ്പോൾ ഇന്ന് നമുക്കൊരു മുട്ട പപ്സ് ഉണ്ടാക്കിയാലോ. അതിന് നമുക്ക് കുറച്ച് സവാളയും മുളകും അരിഞ്ഞ് വെക്കണം കേട്ടോ. എന്നിട്ട് പാനിലോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോഴത്തേനും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക, ഇച്ചിരി പച്ചമുളക് ഇടുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച് സവാള ഇതിലോട്ട് ഇടുക കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഇച്ചിരി ഉപ്പിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ വഴറ്റലൊക്കെ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് അതിൽ ഇച്ചിരി മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക്, കുരുമുളക് പൊടി, ഗരം മസാല ഒക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. ആ പൊടിയുടെ മൂപ്പ് മാറി കഴിയുമ്പോഴത്തേനും മൊത്തത്തിലിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. അങ്ങനെ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അത് നമ്മൾ പൊട്ടിച്ചിടും. ഇതാണ് പഫ് പേസ്ട്രി. ഇതെടുത്ത് നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കും കേട്ടോ. നമ്മുടെ ഓവൻ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം 150 ഡിഗ്രിയിൽ. അതിന് ശേഷം നമുക്ക് ബ്രഷ് ചെയ്യാനുള്ള മുട്ടയുടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് പപ്സ് പേസ്റ്റിയുടെ അതിലോട്ടും മസാല ഇട്ടു, മുട്ട വെച്ചു, 4 കോർണറും ഇതുപോലെ കവർ ചെയ്യണം കേട്ടോ. നല്ല കവർ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടയുണ്ടല്ലോ, അത് ഇതിൻ്റെ മണ്ടയിലോട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് പപ്സിനെ ക്രിസ്പി ആയിട്ട് വെക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഓവനിലേക്ക് പപ്സ് കയറ്റി വെക്കുന്നു. 200 ഡിഗ്രിയിൽ ഒരു 20 to 30 മിനിറ്റ്സ് വയ്ക്കാം. പപ്സ് റെഡി. ലൈമും മുട്ട പപ്സും അന്തസ്.